ബറോസിനായി കാത്തിരിക്കുകയാണ് മലയാളി സിനിമാ പ്രേക്ഷകർ. നടന വിസ്മയം മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ബറോസിന് മേൽ വമ്പൻ പ്രതീക്ഷയാണ് ആരാധകർക്കുമുള്ളത്. വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ബറോസ് 2019 മുതൽ നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സെപ്റ്റംബർ 12 ഓണം റിലീസായി സിനിമാ തിയേറ്ററുകളിൽ എത്താനിരുന്നത്. എന്നാൽ ബറോസ് തിയേറ്ററുകളിലെത്താൻ വൈകിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സിനിമയുടെ റിലീസ് ഒക്ടോബറിലേക്ക് നീട്ടിയേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടുമില്ല. സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ബറോസ് ചില നിയമക്കുരുക്കിൽപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബറോസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ചുകൊണ്ട് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ രംഗത്തെത്തി. സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. 2008 താൻ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലുമായി ബറോസിന് സാമ്യമുണ്ടെന്നാരോപിച്ചാണ് സിനിമയ്ക്കെതിരെ ജോർജ് എന്ന എഴുത്തുകാരൻ രംഗത്തെത്തിയത്. സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ ജിജോ പൊന്നൂസ്, മോഹൻലാൽ, ടി കെ രാജീവ് കുമാർ എന്നിവരോട് ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പ്രചാരത്തിലുള്ള കാപ്പിരി മുത്തപ്പൻ എന്ന മിത്താണ് ജോർജിന്റെ മായ എന്ന പുസ്തകത്തിന്റെ പ്രമേയം. വാസ്കോഡഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവാണ് കാപ്പിരി മുത്തപ്പൻ എന്നാണ് ഫോർട്ട് കൊച്ചിക്കാർ വിശ്വസിക്കുന്നത്. വാസ്കോഡഗാമയുടെ പിൻഗാമി പോർച്ചുഗലിൽ നിന്ന് വരുന്നതുവരെ നിധികൾ സംരക്ഷിക്കാൻ ഈ അടിമയെ ചുമതലപ്പെടുത്തി. ഇതാണ് മായ എന്ന ജോർജിന്റെ നോവലിന്റെ കഥാപശ്ചാത്തലം. മായ എന്ന 18-കാരിയായ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവൽ പോകുന്നത്. മായയ്ക്ക് മാത്രമാണ് കാപ്പിരി മുത്തപ്പനെ കാണാനും സംസാരിക്കാനും സാധിക്കുന്നത്. കാപ്പിരി മുത്തപ്പൻ മായയെ താൻ കാത്തു സൂക്ഷിക്കുന്ന നിധിയുടെ അവകാശിയായി പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് മായ എന്ന നോവലിന്റെ പ്രമേയം. ഈ സ്റ്റോറി ലൈനിന് പകർപ്പവകാശമുണ്ടെന്നാണ് നോട്ടീസിൽ ജോർജ് തുണ്ടത്തിൽ എന്ന എഴുത്തുകാരൻ വിശദീകരിക്കുന്നത്. തന്റെ പുസ്തകം ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്നാണ് ജോർജ് വാദിക്കുന്നത്. എന്തായാലും ബറോസിന്റെ റിലീസ് തീയതി സംബന്ധിച്ച അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ. സിനിമയിൽ ബറോസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയായിരുന്നു മോഹൻലാൽ സിനിമയൊരുക്കിയത്. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് 24-നായിരുന്നു. 170 ദിവസത്തോളം ചിത്രത്തിന്റെ ഷൂട്ടിംഗും നടന്നു. 3Dയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ബറോസ് ഒരുക്കുന്നത്. 40 വർഷം മുൻപെത്തിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിൽ പ്രയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ബറോസിലും ഉപയോഗിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രം കൂടിയാണ് ബറോസ്. ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് ഇലേനും ലിഡിയൻ നാദസ്വരവുമാണ് സംഗീതം പകരുന്നത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്.